ഹലോ, നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു വളകാപ്പ് സ്പെഷ്യൽ വീഡിയോ ആട്ടോ. അതായത് നമ്മുടെ നാത്തൂൻ വളകാപ്പിന് വേണ്ടിയിട്ട് അടുത്ത ദിവസം പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള കുറച്ച് കുഞ്ഞു വീഡിയോസൊക്കെയാണ്. അതായത് നമ്മൾ മെഹന്തി ഇടുന്നതും സാരിയൊക്കെ സെറ്റ് ചെയ്യുന്നൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഞാനിതിപ്പോൾ എൻ്റെ വീട്ടിൽ വന്നേക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ള വീഡിയോസാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് മെഹന്തിയുടെ തലേദിവസം ആട്ടോ. അപ്പോൾ തലേദിവസം രാവിലെ തന്നെ നമ്മളെല്ലാവരും എണീറ്റിട്ടുണ്ട്. കാരണം കുറേ അധികം പണികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇടിയപ്പമാണ് ഉണ്ടായിരുന്നത്, കൂടെ ചിക്കൻ കറിയും ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ രാവിലെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പം അതിന് ശേഷം നമ്മൾ ഒരു ചെറിയൊരു സേമിയ പായസം കൂടെ വെച്ചു. കാരണം നാത്തൂൻ നാളെ പോകുന്നതുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കണമല്ലോ എന്ന് കരുതി ഞാൻ ചെറിയൊരു പായസവും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ കയ്യിൽ ഇന്നലെ മെഹന്തി ഇട്ട് തന്നത്. അപ്പോൾ അനിയത്തി ആട്ടോ മെഹന്തി ഇട്ട്, വളരെ സിമ്പിളായിട്ടും അങ്ങനെ പ്രത്യേകിച്ച് നല്ല ഒരുപാട് ഡിസൈനൊക്കെ ഒന്നുമില്ല, സിമ്പിളായിട്ട് ഇടാൻ പറ്റുന്ന രീതിയിലാണ് അവൾ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നത്. അടുത്തത് അനിയത്തി തന്നെ എനിക്ക് സാരി സെറ്റ് ചെയ്ത് തരുക കേട്ടോ. അവൾ നല്ല അടിപൊളിയായിട്ട് സാരി സെറ്റ് ചെയ്ത് തരുകയും ചെയ്യും, അതുപോലെ തന്നെ ഉടുപ്പിക്കുകയും ചെയ്യും. അവൾ തനിയെ ഉടുക്കുകയും ചെയ്യും. അപ്പം കല്യാണത്തിന് മുന്നേയൊക്കെ എനിക്കും അതേ രീതി തന്നെയായിരുന്നു. ഞാനായിരുന്നു എല്ലാവരെയും കോളേജിലൊക്കെ സാരി ഉടുപ്പിച്ചതൊക്കെയും എല്ലാവരെയും സഹായിച്ചത്. പക്ഷേ കല്യാണത്തിന് ശേഷം ആയപ്പോഴത്തേക്ക് സാരി ഉടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെയറായിട്ടുള്ള ഒക്കേഷൻ, അതായത് 1-2 തവണയൊക്കെ ഞാൻ സാരി ഉടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ സാരി ഉടുക്കുമ്പോൾ പെർഫെക്ഷൻ കിട്ടാറില്ല. അപ്പോൾ ഈ തവണ വളകാപ്പല്ലേ, അപ്പം കുറച്ച് പെർഫെക്ഷനോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവളോട് പറഞ്ഞു എനിക്കും സാരി എല്ലാം പ്ലീറ്റ്സ് എടുത്ത് തരണം. അപ്പോൾ തലേദിവസം ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാണല്ലോ. രാവിലെ എണീറ്റ് രാവിലെയാണ് നമുക്ക് ചെല്ലേണ്ടത്. 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫംഗ്ഷൻ തുടങ്ങും. അപ്പം അതിന് മുൻപ് ആയിട്ട് നമ്മളിതെല്ലാം സെറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് താഴെ വീഴിക്കല്ലേ എന്ന് പറഞ്ഞ് എന്നോട് പിടിക്കാൻ പറഞ്ഞതാണ്. പക്ഷേ യാദൃശ്ചികവശാൽ എൻ്റെ കയ്യിൽ നിന്ന് താഴെ പോകട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മെഹന്തി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സിമ്പിൾ ഡിസൈനാണ്, എന്നാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാട്ടോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോസിലൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് മര്യാദയ്ക്ക് പിടിക്കാൻ പറഞ്ഞതായിരുന്നു. പക്ഷേ എന്തോ എൻ്റെ കയ്യിൽ നിന്ന് ഊർന്ന് താഴെ വീണു. പിന്നെ അതിന് വേണ്ടിയിട്ടായി വഴക്ക്. കാരണം ഇത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അറിയത്തുള്ളൂ കുറച്ച് പാടാണ്. കാരണം അവൾക്ക് ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം നാത്തൂനെ മെഹന്തി ഇടണം, അവൾക്ക് സാരികളൊക്കെ കുറേ സെറ്റ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഒരു വിധത്തിൽ എല്ലാം സെറ്റ് ചെയ്ത് അവസാനം അവൾ രാവിലെ എളുപ്പത്തിന് നമുക്കെടുത്ത് ഉടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ പ്ലീറ്റ്സ് എല്ലാം എടുത്തതിന് ശേഷം ഈ ഒരു രീതിയിലാണ് കേട്ടോ അവൾ മടക്കിയെല്ലാം വെക്കുന്നത്. അപ്പം ഈ ഒരു രീതി വെക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട. അതായത് കൂടിപ്പോയാൽ 10 മിനിറ്റൊക്കെ മതിയായിരിക്കും നമുക്ക് സാരി ഉടുക്കാനായിട്ട്. അപ്പം അത്രയും നല്ല നീറ്റായിട്ടും പെർഫെക്റ്റ് ആയിട്ടും കേട്ടോ അവൾ നമുക്കെല്ലാം ചെയ്ത് തരുന്നതൊക്കെ. അപ്പം നമ്മുടെ വീഡിയോയ്ക്ക് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്, കാരണം നമ്മുടെ ഫോണ് കഴിഞ്ഞ ദിവസം ഒന്ന് വെള്ളത്തിൽ വീണു. അപ്പോൾ അതിൻ്റെ ആട്ടോ. ആദ്യം ഞാൻ കരുതി സാരി നമുക്ക് പ്ലീറ്റ്സ് ഒന്നും എടുക്കാതെ ഇടാന്നുള്ളതാണെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ പിന്നെ കരുതി നമുക്ക് ഒരുപാട് പരിപാടീസ് ഉണ്ടല്ലോ, അതിൻ്റെ ഇടയ്ക്ക് ഓടാനും ഓരോന്നൊക്കെ എടുക്കാനൊക്കെയാണോ. അപ്പോൾ പ്ലീറ്റ്സ് എടുത്തില്ല നമുക്കത് കൈകാര്യം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി എന്നാൽ അത് വേണ്ട, നോർമൽ രീതിയിൽ നമുക്ക് പ്ലീറ്റ്സൊക്കെ എടുത്ത് സെറ്റ് ചെയ്യാന്നുള്ളത്. ഇനി അടുത്ത നമ്മൾ നാത്തൂൻ്റെ കയ്യിൽ മെഹന്തി ഇടാൻ പോകാം കേട്ടോ. അപ്പം എനിക്ക് മെഹന്തി പരിപാടി ഒന്നും അറിയത്തില്ല, നേരത്തെ മുതൽ അങ്ങനെയാണ്. അപ്പോൾ ഇത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത കുറച്ച് മോഡലാട്ടോ. ഒരു കയ്യിൽ മോം ടു ബി എന്നുമുണ്ട്, ഒരു കയ്യിൽ കുഞ്ഞിൻ്റെ 2 കുഞ്ഞി കാലുകളും ഉണ്ട് കേട്ടോ. അപ്പം എല്ലാം ഒരുപോലെ അല്ല, നമുക്ക് കുറച്ച് അവിടുന്ന് ഇവിടുന്ന് കിട്ടിയ കുറച്ച് റെഫറൻസ് പിക്ക് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പം എൻ്റെ അനിയത്തിയാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മോൻ വന്ന് നോക്കുന്ന, അപ്പോൾ വീഡിയോ എടുക്കാൻ വരാൻ പറഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്താൽ നിൽക്കത്തില്ല. അപ്പോൾ അങ്ങനെ അവൾ ഫസ്റ്റായിട്ട് തന്നെ റൗണ്ട് വരച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പം കുറേ നേരം ഇരുന്നതിന് ശേഷമാണ് നമുക്ക് മെഹന്തി ഇട്ട് കഴിഞ്ഞതൊക്കെ. അവൾ ഇരുന്നിരുന്ന് മടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും ഞാൻ എൻ്റെ കൈയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ മോൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് നല്ല റെഡിയായിട്ട് നിൽക്കുക. അവ സുന്ദരനാണോ എന്നാട്ടോ എല്ലാവരോടും ഒക്കെ ചോദിക്കുന്നത്. മെഹന്തി ഇടാൻ നേരത്തെ തന്നെ നാത്തൂൻ പറഞ്ഞായിരുന്നു അവൾക്ക് ഒരുപാട് വലിയ ഡിസൈനൊന്നും വേണ്ട, വളരെ സിമ്പിൾ രീതിയിൽ, എന്നാൽ കൈയുടെ അകത്തും അതുപോലെ തന്നെ പുറത്തും വരുന്ന രീതി വേണം ഇടാനായിട്ട്. കാരണം വളകാപ്പ് ഫംഗ്ഷനാണ്, ഒരുപാട് വളയിടുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് മെഹന്തി ഇട്ടിട്ടുണ്ട്, അത് കാണാനും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് വലിയ ഡിസൈനൊന്നും വേണ്ട, വളരെ സിമ്പിളായിട്ട്, എന്നാൽ കൈ നിറച്ചുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ആ ഒരു രീതിയിൽ മെഹന്തി ഇടണമെന്നാണ് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം എൻ്റെ അനിയത്തിക്ക് അങ്ങനെ ഒരുപാട് മെഹന്തിയൊന്നും ഇടാൻ അറിയില്ല കേട്ടോ. അവളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ യൂട്യൂബൊക്കെ നോക്കി പഠിച്ചത് കൊണ്ട് അത് ജസ്റ്റ് നോക്കി ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഒരു കയ്യിൽ പകുതിയൊക്കെ അവൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ വേറൊരാളും കൂടെ വന്നു, അതായത് എൻ്റെ നാത്തൂന് ഹസ്ബൻഡിൻ്റെ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ജസ്റ്റ് ആദ്യമേ റെഫറൻസ് പിക്കൊക്കെ നോക്കുക കേട്ടോ. അപ്പം
ഒരു കയ്യിൽ അവളും അങ്ങനെ ഇടാൻ തുടങ്ങി. അവൾ പെട്ടെന്ന് തന്നെ എല്ലാം വിട്ടു. അവളും അതേ, നമ്മൾ ഒരുപാടൊന്നും പഠിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ യൂട്യൂബിൽ നോക്കി നമ്മുടെ സ്വന്തം കയ്യിലിടും, അതുപോലെ തന്നെ എനിക്കിട്ട് തരും, ആ ഒരു രീതിയിലാട്ടോ. അപ്പോൾ ഒരുപാട് വലിച്ചു വാരിയൊന്നും ഇട്ടിട്ടില്ല, അതായത് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാട്ടോ നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ അപ്ലോഡ്